ഡൗൺലോഡ് വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇത് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതല്ല, റിയൽ ടൈമാണ്. നമ്മളിപ്പോൾ ഓഫ്ലൈനിലായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. പക്ഷേ നമ്മൾ ലോക്കൽ ഹോസ്റ്റിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ടുള്ള സാധനമാണ് ഡീപ് സീക്ക്. ഇപ്പോൾ ഡീപ് സീക്കിനെ എങ്ങനെ നമുക്ക് ലോക്കൽ ഹോസ്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ, അതായത് നെറ്റിൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെയാണ് ഡീപ് സീക്കിനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അമേരിക്കയിലും UK ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ChatGPT കടത്തിവെട്ടി നമ്പർ 1 ആയിരിക്കുന്ന ചൈനയുടെ ഡീപ് സീക്ക് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ല, എങ്ങനെയാണ് ലോക്കലി ദർ ഈസ് ആൻ ഇഷ്യൂ. നമ്മുടെ ChatGPT തുടക്കത്തിലുണ്ടായ അതേ സെയിം ഇഷ്യൂ ആണ്. കൂടുതൽ ആൾക്കാരുള്ളതിനെ കൊണ്ട് സെർവർ ഒന്ന് ലോഗിനിലൊക്കെ ചെറിയൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അത് കാര്യമാക്കണ്ട, അതൊക്കെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരിതൊക്കെ അച്ചീവ് ചെയ്തെടുത്തത്. ഞാൻ ഏകദേശം ഇറങ്ങി അന്ന് മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇന്നത്തേക്ക് 8 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആസ് യൂഷ്വൽ നമ്മുടെ ChatGPT എങ്ങനെയാണുള്ളത് അതുപോലെ നമുക്കൊരു ജസ്റ്റ് ഒരു ഹായ് കൊടുത്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ റിപ്ലൈ? ഹലോ, ഹൗ കൻ ഐ അസിസ്റ്റ് യു ടുഡേ? അപ്പം നമുക്ക് ഇത് നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിൻ്റെ തന്നെ 2 തരം മെത്തേഡ് ഉണ്ട്. R1 ഡീപ്, അതിന് തിങ്കിങ് എബിലിറ്റി ഉണ്ട്, അതേപോലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഈ 2 ഫീച്ചറാണ് ഇതിനോട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് വൈഫൈ, ഞാൻ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള രീതിയിലാണ്. ഇനി നെറ്റ് ഉപയോഗിക്കാണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഡീപ് സീക്കിൻ്റെ ഡാറ്റാബേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഐഫോൺ ഏതാണെന്ന് നമുക്ക് ഇതിനോടൊന്ന് ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുള്ളതിനും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ആദ്യം ഇതിൻ്റെ ആൻസർ എന്താ നോക്കട്ടെ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ഞാനത് ഫോർവേഡ് ചെയ്യുന്നില്ല. എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. കാരണം സെർവർ കുറച്ച് ഇപ്പോൾ അത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കുറഞ്ഞ സമയത്ത് ഇത്രയും ചെറിയ ഇതുവരെ വന്നിട്ടില്ല. ചിപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഈ സമയത്തൊന്ന് ChatGPT എടുത്തിട്ട് അവനോടൊന്ന് ചോദിക്കാം. എന്താ പറയുന്നത് നോക്കാമല്ലോ. ChatGPT ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. സെയിം എൻ്റെ അതേ ഇമെയിൽ ഐ ഡിയിൽ തന്നെ ലോഗിൻ ചെയ്യാം. ഈ ഒരു പോർഷൻ ഞാൻ കുറച്ചൊന്ന് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടില്ല, സെർവർ ബിസിയാണ്, പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്ററാണ് പറയുന്നത്. ഒന്നും കൂടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ChatGPTയിൽ ഇപ്പോൾ ChatGPT ഫുൾ സർവ്വ ശക്തി എടുത്തിട്ട് അതിൻ്റെ ഉത്തരം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അടിച്ച് തരും. ഫെബ്രുവരി 2025 പ്രകാരം ഐഫോണിൻ്റെ 16 Pro ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഇതേ സമയം ബാക്കി ജെമിനിനോടൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരെയും വിളിക്കാം, ക്ലൗഡ്, ജെമിനി, എല്ലാ ആൾക്കാരോടും ചോദിച്ചു നോക്കാം. ഇവനെ ലോഗിൻ ചെയ്യണം. ക്ലൗഡ് ഉത്തരം പറയുമോ നോക്കാം. ക്ലൗഡിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. ഗുഡ് ഈവനിങ് അഗൈൻ. ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഐഫോൺ 15 ഇറങ്ങിയതേ പുള്ളിക്ക് അറിയുള്ളൂ. 15 Pro, 15 Pro Max ഇതൊക്കെയാണ് പറയുന്നത്. 2024 ഏപ്രിൽ വരെയുള്ള ഡാറ്റയേ ഉള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് സ്പെക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽ ടൈം ആരാണ്? ജെമിനി ആണല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം. ഇതും ഞാൻ ഫോർവേഡ് ചെയ്യുന്നില്ല, റിയൽ ടൈമിലാണ് കാണിക്കുന്നത്. Pro 16 Pro അത് റിയൽ ടൈമിൽ തന്നെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇനി മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റിനോടൊന്ന് ചോദിക്കാം. 16 Pro അതും കറക്റ്റ് ആൻസറാണ്. നമ്മുടെ ഡീപ് സീക്ക് പാവം അതിനറിയില്ല. അത് 2023 വരെയുള്ള ഒക്ടോബർ 2023 വരെയുള്ള ഡാറ്റയുള്ളൂ അതിൻ്റെ അടുത്ത്. പക്ഷേ അതിൻ്റെ സെർച്ച് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ട് താഴെ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള ഡാറ്റ കൂടി ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ അത് തരും. അപ്പോൾ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് അതൊരു നമ്മൾ ആ ഇൻ്റർനെറ്റിൻ്റെ മോഡ് കൊടുത്ത സമയത്ത് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. കണ്ടോ, ഹൈലൈറ്റ് ചെയ്തതിൽ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 2024 ഐഫോണിൻ്റെ 16 റിലീസ് ചെയ്തേക്കാം. അതുകൊണ്ട് ഇപ്പം എനിക്കുള്ളത് 15 ആണെങ്കിലും ഇൻ്റർനെറ്റിലെ സെർച്ച് പ്രകാരം 16 ആണ് പുതിയത് വരേണ്ടതെന്ന് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് ഇവരെ ഒന്ന് പരീക്ഷയാണ്. ഇതിൻ്റെ ഒരു എത്ര പവർഫുള്ളാണ് അല്ലെങ്കിൽ എത്ര വീക്കാണെന്നൊന്നും ഇത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇന്നോ നാളെയോ പുതിയ ചിപ്സെറ്റും കാര്യങ്ങളും അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഈക്വൽ ടു ChatGPT ആവും. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ 800 കോടി 50 കോടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം
അത്തരം കാര്യങ്ങളിലേക്ക് ChatGPT ഒറ്റ ദിവസം കൊണ്ട് എത്തിയതല്ല എന്ന് നമുക്കറിയാം. ഗ്രാജുവലി ആണ് ChatGPT ഇന്ന് ഈ കാണുന്ന ലെവലിലെത്തി. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ എങ്ങനെ ലോക്കലായിട്ട് ഇവനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വെബ്സൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം Ollama OLLAMA.com Ollama.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ അകത്തേക്ക് കയറുക. അതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഇവിടെ നമ്മളിപ്പോൾ ഏത് വേർഷനാണോ DeepSeekൻ്റെ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് മുമ്പ് ആദ്യം നമുക്ക് Ollamaൻ്റെ ഈ ഒരു ഇൻസ്റ്റാളറിനെ ആദ്യം നമുക്ക് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിന് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം MacOS, Linux, Windows, നമ്മളിപ്പോൾ വിൻഡോസ് ആയതിനെക്കൊണ്ട് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്തു. ഡൗൺലോഡ് ആവുന്നുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഈ Ollamaൻ്റെ ഈ ഒരു setup.exe ഫയലാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് കംപ്ലീറ്റ്. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആസ് യൂഷ്വൽ നോർമൽ ഇൻസ്റ്റാളേഷൻ ഞാൻ അഡ്മിനാണ് കൊടുത്തിരിക്കുന്നത്. മോഡലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ DeepSeekൻ്റെ നമ്മൾ ഇവിടെ അതിൻ്റെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ 8 ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 7-ലുള്ളതൊന്ന് മാറ്റിയിട്ട് 8-ലേക്ക് ആക്കാം. അവിടെ ഇൻസ്റ്റാളേഷൻ സെയിം ടൈം നടക്കുന്നുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ DeepSeek R1 ആണ് ചെയ്യുന്നത്. അതിൻ്റെ മോഡൽ നമുക്കൊരു 8B ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് റൺ ചെയ്യേണ്ട ഒരു കമാൻഡ് ഉണ്ട്. Ollama run DeepSeek -R1 =8B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെമികോളൻ അല്ലേ, സാധാരണ ഇതിൽ ഈസ്റ്റു എന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ അങ്ങനെയാണ് കമാൻഡ് റൺ ചെയ്യേണ്ടത്. ഇപ്പോൾ Ollama ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പവർഷെല്ലിൻ്റെ അകത്തൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ Ollama കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഏകദേശം ഇൻസ്റ്റാൾ ആവുകയാണ്. 4 GB ഇപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. ആ 4 GB ഫയൽ ഡൗൺലോഡ് വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇത് ഞാൻ ഫോർവേഡ് ചെയ്യുന്നല്ല, റിയൽ ടൈമാണ്. അപ്പോൾ ഇനി ഒന്ന് ഫോർവേഡ് ചെയ്ത് ഞാൻ 4 GB ആക്കട്ടെ. ഓക്കെ, 4 GB കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇൻ എ സിമ്പിൾ ടേംസ്. അപ്പം അവനവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ താഴെ ഞാൻ വൈഫൈ കണക്റ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്. വൈഫൈ കണക്ട് ചെയ്തതിനെ കൊണ്ട് അത് ഉത്തരം പറയുന്നുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു, ഒന്ന് കോപ്പി ചെയ്യാം. എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇൻ സിമ്പിൾ ടേംസ്. ChatGPT അല്ല കിങ്, ChatGPTനോട് ചോദിക്കാം. സോ ChatGPT ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിതിൻ്റെ ഇടയിൽ നെറ്റ് ഓഫ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുന്നു. അത് നിന്നുപോയി. ഒന്നുകൂടി നോക്കാം. ഡാറ്റ അവിടെ വെച്ച് നിന്നു, നെറ്റ് ഓഫായപ്പം. ഉത്തരം ആൻ എറർ ഒക്കേർഡ്. കാരണം നെറ്റില്ല, ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ഇനി ഇതിപ്പോൾ ജെമിനിയോടല്ല, ഇനി ആരോട് ചോദിച്ചാലും നമുക്കിപ്പോൾ ഉണ്ടോ അവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. ഇനി ക്ലൗഡിനോടോ ആരോട് ചോദിച്ചാലും കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഓഫ്ലൈനിലായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. പക്ഷേ നമ്മൾ ലോക്കൽ ഹോസ്റ്റിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യും. ഇത് ലോക്കൽ ഹോസ്റ്റ് അതിനെക്കൊണ്ട് ഇതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇതൊന്ന് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ അറ്റ് എ ടൈമിൽ 2 കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് പവർ ഷെല്ലിൽ മാത്രമല്ല, നമുക്ക് CMDയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അവിടെ ഇവിടെയും ഒരുമിച്ച് 2 ക്വസ്റ്റ്യൻ ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ് ആൻസർ വരിക നോക്കാം. ഒരു പൈത്തൻ്റെ കോഡ് എഴുതിപ്പിക്കാം. ഡാറ്റ വിഷ്വലൈസേഷനെ കുറിച്ചുള്ളൊരു കോഡ് എഴുതിപ്പിക്കാം. ഇവിടെ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥ എഴുതിപ്പിക്കാം. രണ്ടും ഒരുമിച്ച് എത്ര സ്പീഡിൽ വരുന്നത് എനിക്കറിയില്ല. നെറ്റില്ല, നെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഉണ്ടോ. ഒരു കഥ എഴുതി ഞാനങ്ങനെ പല പരീക്ഷണങ്ങളും ഇതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട്. ഞാൻ ഒരുമിച്ച് 2ലും കോഡ് എഴുതിൻ്റെ പൈത്തൺ പ്രോഗ്രാം ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെ പലതും ഞാൻ ചെയ്തു. എനിവേ നിങ്ങൾ കണ്ടതാണ്, ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
DeepSeek നമ്മുടെ സിസ്റ്റത്തിൽ ലോക്കൽ ഹോസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ടെക് ട്രെൻഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ.